Hi friends, today we are going to discuss about another part of parts of speech. അല്ലെ, parts of speechലെ മറ്റൊരു പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺജങ്ഷൻസ്. എന്താണ് കൺജങ്ഷൻസ്? നോക്കാം എന്താണ് കൺജങ്ഷൻസ് എന്ന്. കൺജങ്ഷൻസ് ആർ ലിങ്കിങ് വേർഡ്സ്. അതെന്താണ്? ഒരു ലിങ്കിങ് വേർഡ്സ് ആണ് അല്ലെ. That connect word, phrases, clause and sentence. Okay. മറ്റ് വേർഡുകളെ തമ്മിലോ അല്ലെങ്കിൽ ക്ലോസുകൾ തമ്മിൽ. എന്താ ക്ലോസ് എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മൾ രണ്ട് ക്ലോസുകൾ ഉണ്ടാവും. ചില വേർഡ്സുകളിലൊക്കെ രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്നത് രണ്ട് സെന്റൻസ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ചില വേർഡ്സ് ക്ലോസുകളെയോ ഫ്രേസുകളെയോ അല്ലെങ്കിൽ സെന്റൻസുകളെയൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ്. ഓക്കെ, എത്ര ടൈപ്സ് ഉണ്ട്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇത് നിങ്ങൾ കോഓർഡിനേറ്റിംഗ് അല്ലെങ്കിൽ കോ റിലേറ്റീവ് ഇങ്ങനെയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോറിലേറ്റീവ് കൺജങ്ഷൻസ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, coordinating conjunctions. A coordinating conjunction is a conjunction that join together sentence or clauses of a equal rank. അല്ലെ, ഒരേ നിലവാരത്തിലുള്ള ഒരേ അവസ്ഥയിലുള്ള രണ്ട് സെന്റൻസുകളെയോ രണ്ട് ക്ലോസുകളെയൊക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ലിങ്ക് ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഓക്കെ, അത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്താ എന്നുള്ളതിന് ഇവിടെ പ്രസക്തി ഇല്ല. അത് ഏതൊക്കെയാണോ അതിന്റെ യൂസുകൾ അതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. നോക്കാം. ഫോർ and nor, but, or, yet, so. ഇതാണ് മെയിൻ ആയിട്ടുള്ള. എന്താണ് മെയിൻ ആയിട്ടുള്ള? അപ്പൊ വേറെയും ഉണ്ട്. ഓക്കെ, പക്ഷെ മെയിൻ ആയിട്ടുള്ള കൺജങ്ഷൻസ് ഏതാണ്? ഇത്രയുമാണ്. ഓക്കെ, ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, യെറ്റ്, സോർ. ഓക്കെ, ഇതിന് ഞാനല്ല, വലിയ വലിയ ഗ്രാമാറ്റിഷ്യൻസും വലിയ വലിയ ആളുകളൊക്കെ നമ്മളെ ഗ്രാമറിലെ വലിയ വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്. ഏതാണത്? ഫാൻ ബോയ്സ് അല്ലെ. ഇതാണ് അതിനുള്ള ഒരു കോഡ്. എന്താണ്? ഫാൻ ബോയ്സ്. നോക്കാം എന്താണ് ഫാൻ ബോയ്സ് എന്നാട്ടോ പറയാറുള്ളത്. ഫാൻ ബോയ്സ്, ഇതാണ് ആ കോഡ് കേട്ടോ. ഇത് ഞാൻ കൊടുത്തതല്ല, ഇത് പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ. എഫ് ഫോർ എ ഫോർ ആൻഡ്, എൻ ഫോർ നോർ, ബി ഫോർ ബട്ട്, ഓ ഫോർ ഓർ, യെറ്റ്, വൈ, യെസ്, സോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫാൻ ബോയ്സ് ആണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൽ നിന്നും നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത് എന്താണ്? ബാക്കിയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. ഇനി പഠിക്കാനുള്ള പാട്ട് ഏതാണ്? ഫാൻ ബോയ്സിനെ കുറിച്ചാണ് അല്ലെ. നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ. ഫോർ നിങ്ങൾ പ്രപ്പോസിഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫോർ അപ്പൊ എന്തായിരുന്നു? വേണ്ടി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗാന്ധിജി സ്ട്രഗിൾഡ് ഫോർ ഫ്രീഡം. ഗാന്ധിജി ഫ്രീഡത്തിന് വേണ്ടി. ആ വേണ്ടി എന്ന അർത്ഥമല്ല, അത് പ്രപ്പോസിഷൻ, ഇത് കൺജങ്ഷൻ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പലപ്പോഴും പല സമയത്തും നമ്മൾ ഇംഗ്ലീഷിൽ പല സെന്റൻസും കാണുമ്പോൾ നമ്മളതിന് ഫോർ എന്നുള്ള അർത്ഥമൊക്കെ ആ എഫിന് ഫോറിന് വേണ്ടി എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ആ സെന്റൻസ് നോക്കുമ്പോൾ നമുക്ക് ആൻസർ തെറ്റുന്നത്. കാരണം ഫോറിന് ഒരു കൺജങ്ഷൻ എന്നല്ലേക്കാണ് ആ സെന്റൻസിൽ ഫോർ എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു മീനിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അറിയാം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഗ്രാമർ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് എന്ന വിഷയം ഹാൻഡിൽ ചെയ്യാൻ കഴിയുക. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ഫോറിനൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് മീനിങ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്നത്. നോക്കാം. ഇവിടെ കൺജങ്ഷൻസ് എന്ന ഫോറിന്റെ ഒരു മീനിങ് എന്താണ്? ആയതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട്. ഇതൊരു കറക്റ്റ് മീനിങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ പോലും ഏകദേശം ഇത് തന്നെയായിരിക്കും മീനിങ്. എന്താണ്? ആയതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്നൊരർത്ഥം അല്ലെ. നോക്കാം. ഐ ഡ്രാങ്ക് സം വാട്ടർ ഫോർ ഐ വാസ് തേഴ്സ്റ്റി അല്ലെ. ഇവിടെ എന്താ മക്കളെ? ഇവിടെ രണ്ട് ക്ലോസുകൾ കാണാം. എന്താണ്? രണ്ട് ക്ലോസുകൾ കാണാം. ഐ ഡ്രാങ്ക് സം വാട്ടർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്. എന്താണ്? ഐ ഡ്രാങ്ക് സം വാട്ടർ, കുറച്ച് വെള്ളം കുടിച്ചു. ഓക്കെ, ഫോർ ഐ വാസ് എ തേഴ്സ്റ്റി, എനിക്ക് എന്തായതുകൊണ്ടാണ് മക്കളെ? ദാഹമായതുകൊണ്ട് അല്ലെങ്കിൽ ദാഹിച്ചത് കൊണ്ട്. അങ്ങനെ അങ്ങ് വരണം കേട്ടോ. മീന് ഫോർ ഐ വാസ് തേഴ്സ്റ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ദാഹമായത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ദാഹിച്ചത് കൊണ്ട്
എന്താണ് ഐ ഡ്രാങ്ക് സം വാട്ടർ. ഓക്കെ, ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ എന്താണ് ഈ ഫോർ എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് ക്ലോസ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സബോർഡിനേറ്റിംഗ് ക്ലോസും ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസും. ഓക്കെ, സോ ഇവിടെ ഫോർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. ദെൻ നോക്കാം, ഹി ഈസ് ഹാപ്പി ഫോർ he got the job. എന്താണ് he is happy, അവൻ എന്താണ്, അവൻ ഹാപ്പി ആയി എന്തുകൊണ്ട്, for he got the job, അവന് ജോബ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ജോബ് അവന് ലഭിച്ചത് കൊണ്ട് അല്ലെ, എന്തുകൊണ്ടാണ്, അതുകൊണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് he got the job, അവന് ജോലി ലഭിച്ചത് കൊണ്ട്, ഐ മീൻസ് അതുകൊണ്ട്. ഓക്കെ, അവന് ജോലി ലഭിച്ചത് കൊണ്ട് എന്താണ്, അതുകൊണ്ട് എന്താണ് മക്കളെ, he is happy, അവൻ ഹാപ്പിയാണ്. നോക്കാം, he put on a coat, he put on a coat for it was a rain outside. എന്താണ്, for it was a rain outside, പുറത്ത് മഴ ആയതുകൊണ്ട്. ഓക്കെ, നോക്കണം, കറക്റ്റ് ആ മീനിങ് കിട്ടണം. it was a rain, ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആ മീനിങ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, for it was a rain outside, പുറത്ത് മഴ ആയതുകൊണ്ട് he put on a coat, എന്താണ്, അവൻ കോട്ട് ധരിച്ചു. ഓക്കെ, അപ്പോ ആയതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്നിങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഫോർ എവിടെയാ യൂസ് ചെയ്യുന്നത് മക്കളെ, കൺജക്ഷനിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ആൻഡ് അല്ലെ, ആൻഡ് ഞങ്ങളെ പഠിപ്പിക്കണമെന്നായിരിക്കും നിങ്ങൾ പറയും എന്നൊക്കെ ഒരു അർത്ഥം അല്ലെ, അതും ഇതും അല്ലെ, അല്ലെ. ഓക്കെ, ആൻഡ് നിങ്ങൾ LKG പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അവർക്ക് അറിയുന്നുണ്ടാവും ആൻഡ് ഒക്കെ അല്ലെ. എന്നിരുന്നാലും നമുക്ക് എന്താണ് കൺജക്ഷൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആൻഡ് പഠിച്ചു നോക്കാം. അനു ആൻഡ് വിനു ആർ ഗുഡ് ഫ്രണ്ട്സ്. അനുവും വിനുവും എന്താണ് മക്കളെ, ഗുഡ് ഫ്രണ്ട്സ് ആണ്. ഹെർ ഗാർഡൻ ഈസ് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ, അവളുടെ ഗാർഡൻ എന്താണ്, ബിഗുമാണ് ബ്യൂട്ടിഫുളുമാണ് അല്ലെ. മീനിങ് കിട്ടുന്നില്ലേ. ഷി ലോഫ്ഡ് ചിയർഫുള്ളി ആൻഡ് ജംപ്ഡ് ഔട്ട്, അവൾ എന്ത് ചെയ്തു, ഷി ലോഫ്ഡ് ചിയർഫുള്ളി ആൻഡ് ജംപ്ഡ് ഔട്ട് അല്ലെ. ദെൻ ടീച്ചർ വാണ്ട്സ് എ പെൻ ആൻഡ് പെൻസിൽ, ടീച്ചർക്ക് എന്തുണ്ട്, ടീച്ചർ വാണ്ട്സ് എ പെൻ, ടീച്ചർക്ക് എന്തുണ്ട്, ഒരു പെന്നും പെൻസിലും ഉണ്ട്. ഓക്കെ, ദെൻ ഷീ ലൈക്സ് ആപ്പിൾ ആൻഡ് ഗ്രേപ്സ്, അവൾക്ക് എന്തൊക്കെയാണ് മക്കളെ ഇഷ്ടമുള്ളത്, അവൾക്ക് ആപ്പിളും ഗ്രേപ്സും ഇഷ്ടമാണ്. ഓക്കെ, ദെൻ ജസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ്, ജസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ്. ഓക്കെ, ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാം, ഭക്ഷണവും കഴിക്കാം. ഓക്കെ, ദെൻ ആൻഡ് ക്ലിയർ അല്ലേ മക്കളെ. നോക്കാം അടുത്തത് നോർ. നോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർ, ചില ആളുകൾ ഇപ്പോഴും ഇങ്ങനെയുള്ള വാക്കൊന്നും ഉണ്ടോന്ന് പോലും അറിയാത്തവരുണ്ട്. പല ആളുകൾ ഇപ്പോഴും നോർ ഓറാക്കിയിട്ടൊക്കെ കാണുന്നവരുണ്ട് അല്ലെ. നോക്കാം, നോർ അതുമല്ല ഇതുമല്ല എന്നുള്ള അർത്ഥത്തിലാട്ടോ. അതുമില്ല ഇതുമില്ല, എന്താണ്, ആ വ്യക്തിക്ക് അതുമില്ല ഇതുമില്ല, രണ്ടുമില്ല. ഓക്കെ, നെഗറ്റീവ് ആട്ടോ, നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നത്. നോക്കാം, ഐ കാണ്ട് വിസിൽ നോർ ക്യാൻ, നോർ ഐ ക്യാൻ സിംഗ് എന്നാട്ടോ, നോർ ഐ ക്യാൻ സിംഗ് എന്നാണ്. എന്താണ്, ഐ കാണ്ട് വിസിൽ നോർ ക്യാൻ സിംഗ്, എന്താണ്, നോർ ക്യാൻ സിംഗ് ആട്ടോ, നോർ ക്യാൻ സിംഗ്. നോക്കാം, എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ, ആ വ്യക്തിക്ക് എന്താണ്, ആ വ്യക്തിക്ക് വിസില് വിളിക്കാനും കഴിയില്ല, പാടാനും കഴിയില്ല, അതുമില്ല ഇതുമില്ല, വിസിൽ വിളിക്കാനും കഴിയില്ല, പാടാനും കഴിയില്ല, രണ്ടുമില്ല എന്നൊരർത്ഥം അല്ലെ. കറക്റ്റ് ആയിട്ട് ഈ ഒരു അർത്ഥം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും അല്ലെ. അതുമില്ല ഇതുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നോക്കാം, അടുത്തത് നോക്കാം. ഹി ഡസന്റ് ഡ്രിങ്ക് മിൽക്ക്. ഓക്കെ, ഹി ഡസന്റ് മീൻ മിൽക്ക് നോർ ഡസ് ഷീ ഈറ്റ് ബട്ടർ, എന്താണ്, അവൾ ബട്ടറും കഴിച്ചതില്ല, അവൻ മിൽക്കും കുടിച്ചിട്ടില്ല. ഓക്കെ, രണ്ടുമില്ല. ഓക്കെ, നോക്കാം. ദെൻ this is not my work nor yours, this is not my work nor yours, this is not my work, ഇത് എന്റെ വർക്കുമല്ല, nor yours, ഇത് നിന്റെ വർക്കുമല്ല. ഓക്കെ, എന്റെ വർക്കുമല്ല നിന്റെതുമല്ല, രണ്ടും എന്താണ്, രണ്ടു പേർക്കുമില്ല, നെഗറ്റീവ് ആട്ടോ രണ്ടും. ഓക്കെ, ഇത് എന്റെ വർക്കുമല്ല, nor yours, നിന്റെ വർക്കുമല്ല. ഓക്കെ, then he didn't study last night nor did he read his book. He didn't study last night, അവൻ ലാസ്റ്റ് നൈറ്റിൽ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല
nor did he read his books. അവന്റെ ബുക്കാണെങ്കിൽ വായിച്ചിട്ടുമില്ല. അവൻ ലാസ്റ്റ് നൈറ്റിൽ പഠിച്ചിട്ടുമില്ല, അവന്റെ ബുക്കാണെങ്കിൽ വായിച്ചിട്ടുമില്ല. ക്ലിയർ ആയല്ലോ? രണ്ടുമില്ല എന്ന അർത്ഥത്തിലാട്ടോ. എന്താണ്? രണ്ടും ചെയ്തിട്ടില്ല, ഐ മീൻ അതുമില്ല ഇതുമില്ല എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ മലയാളം മീനിങ് നോക്കിയിട്ട് മലയാളം മീനിങ് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ സെന്റൻസ് വായിക്കുക. അപ്പൊ കറക്റ്റായിട്ട് ആ മലയാളം മീനിങ് ഇതിലോട്ട് ആഡ് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ദിസ് ഈസ് നോട്ട് മൈ വർക്ക് നോർ യുവേഴ്സ് എന്ന് പറയുന്ന പോലെ ഇത് എന്റെ വർക്കുമല്ല നിന്റേതുമല്ല. അങ്ങനെ ഒരു മീനിങ് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ബട്ട് മീൻസ് എന്താ മക്കളെ? ബട്ടിനൊക്കെ എന്നൊരർത്ഥമുള്ളൂ അല്ലെ? ബട്ടൊക്കെ അറിയാത്തവര് വളരെ കുറവായിരിക്കും അല്ലെ? പക്ഷേ അല്ലെ? ഐ എം എ സ്റ്റുഡന്റ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ബട്ട് ഐ കാൻ സ്റ്റഡി ദാറ്റ്, പക്ഷെ എനിക്കത് പഠിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് പോലും എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല നമ്മൾ പറയുമല്ലോ, ആ ഒരു മീനിങ് ആട്ടോ. I am a student but I can't study that. I am a student but I can't study that. ഞാനൊരു സ്റ്റുഡന്റ് ആണ്, പക്ഷെ എനിക്ക് എന്താ ചെയ്യുന്നില്ല, പക്ഷെ എനിക്കത് പഠിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ദെൻ the sun is hot. The sun is hot. എന്താണ്? സൂര്യൻ എന്താണ്? ഭയങ്കര ചൂടാണ്. but the moon is cold. പക്ഷെ എന്താണ്? മൂൺ എന്താണ് മക്കളെ? നല്ല കോൾഡാണ്. then he worked hard. അവൻ നന്നായിട്ട് വർക്ക് ഹാഡ് ചെയ്തു. but he did not pass. പക്ഷേ he did not pass. പാസ്സായിട്ടില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് പക്ഷേ. ഓക്കെ, അപ്പൊ ബട്ടിന് ഇനി വേറൊരു മീനിങ് ഒന്നും തെരഞ്ഞ് ആരും പോവേണ്ടതില്ല. പക്ഷേ വ്യക്തമായിട്ട് അല്ലെ? അവനത് ചെയ്തു, പക്ഷെ അവന് ലഭിച്ചില്ല. ഓക്കെ, അവനത് കൊണ്ടുപോയി, പക്ഷെ അതെന്ത് ചെയ്തു? താഴെ ചാടിപ്പൊട്ടി. ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ പക്ഷേ എന്ന് പറയാൻ കേട്ടോ. ക്ലിയർ? ദെൻ ഓർ അല്ലെ? ഓർ മീൻസ് എന്താ? അല്ലെങ്കിൽ അല്ലെ? ഓർ മീൻസ് അല്ലെങ്കിൽ. ഡു യു വാണ്ട് പെൻ ഓർ പെൻസിൽ? ഡു യു വാണ്ട് പെൻ ഓർ പെൻസിൽ? പെന്ന് വേണോ അല്ലെങ്കിൽ പെൻസിൽ വേണോ? പെന്ന് വേണോ അല്ലെങ്കിൽ പെൻസിൽ വേണോ? ഓപ്ഷൻ ആട്ടോ. അത് വേണോ ഇത് വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഈസ് ദ സ്നേക്ക് അലൈവ് ഓർ ഡെഡ്? ആ പാമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ പാമ്പ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചിട്ടുണ്ടോ അല്ലെ? അതോ എന്നാണ് നമ്മൾ മലയാളത്തില് മലയാളികളാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പൊ കറക്റ്റ് മലയാളം പറയുമ്പോ എന്താ? ആ പാമ്പിന് ജീവനുണ്ടോ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ അല്ലെ? പക്ഷെ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയും? ഇസ് ദ സ്നേക്ക് അലൈവ് ഓർ ഡെഡ്? അത് മരിച്ചിട്ടുണ്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ? അങ്ങനെ ആ ഒരു അതോ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. നോക്കാം. ഹി വിൽ കം ഓൺ മൺഡേ ഓർ ട്യൂസ്ഡേ? അവൻ മൺഡേ വരുമോ അതോ ട്യൂസ്ഡേ വരുമോ? ഹി വിൽ കം ഓൺ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെ? അവൻ മൺഡേ ആണോ അതോ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണോ വരുന്നത്? കറക്റ്റ് ആണ്. കറക്റ്റ് മീനിങ് ആണ് സെന്റൻസിലോട്ട് അല്ലെ? കറക്റ്റ് മലയാളം മീനിങ് ആണ് എങ്ങോട്ട് വരുന്നത്? സെന്റൻസിലോട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓർ മീൻസ് അല്ലെങ്കിൽ. ദെൻ യെറ്റ് മീൻസ് എന്താണ്? എന്നിട്ടും എന്നിരുന്നാലും. എന്താണ്? എന്നിട്ടും എന്നിരുന്നാലും അല്ലെ? നോക്കാം. ഒരു ബട്ടിന്റെ ഒക്കെ ഒരു യൂസ് വരും അല്ലെ? നമ്മൾ ബട്ടിന്റെ ഒക്കെ യൂസ് എന്ത് കൊടുക്കാം? ഈ എറ്റിന് കൊടുക്കാം. നോക്കാം. ഐ സ്റ്റഡീഡ് വെൽ. അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. യെറ്റ് ഐ ഫെയിൽഡ് ദ എക്സാം. എന്നിട്ടും ഐ ഫെയിൽഡ് ദ എക്സാം. എന്തായി? എക്സാമിന് എന്തായി? ഫെയിലായി അല്ലേ? ഐ സ്റ്റഡീഡ് വെൽ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. യെറ്റ് ഐ ഫെയിൽഡ് ദ എക്സാം. എന്നിട്ടും എന്ത് സംഭവിച്ചു? ഐ ഫെയിൽഡ് ദ എക്സാം. എക്സാമിന് ഫെയിലായി അല്ലേ? ഏകദേശം നമ്മള് ഇവിടെ ഇത് നോക്കിയേ. ഐ സ്റ്റഡീഡ് വെൽ ബട്ട് ഐ ഫെയിൽഡ് ദ എക്സാം എന്നാണെങ്കിലോ, ഐ സ്റ്റഡീഡ് വെൽ ഞാൻ നന്നായി പഠിച്ചിരുന്നു പക്ഷെ ഐ ഫെയിൽഡ് ദ എക്സാം അല്ലെ? ഞാൻ എന്ത് ചെയ്തു? എക്സാമിന് ഫെയിൽ ചെയ്തു. അപ്പൊ ബട്ടും അവിടേക്ക് എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ബട്ട് യൂസ് ചെയ്ത് ഇവിടെ സംസാരിച്ചാലും എറ്റ് യൂസ് ചെയ്ത് സംസാരിച്ചാലും എന്തായിരിക്കും അതിന്റെ മെസ്സേജ്? എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. നോക്കാം.
The man is old. The man is old, yet he works hard. അല്ലെ, ആ വ്യക്തി എന്താണ് മക്കളെ? ഒരുപാട് പ്രായമായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, yet he works hard. എന്നിരുന്നാൽ പോലും he works hard. ഇപ്പോഴും എന്താണ് മക്കളെ? he works hard ആണ് കേട്ടോ. നന്നായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഓൾഡ് ആയിരുന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, then the weather was hot. കാലാവസ്ഥ എന്താണ് മക്കളെ? നല്ല ചൂടാണ്. yet എന്നിട്ടും we had a great time. എന്നിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ടൈമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെ. കാലാവസ്ഥ ചൂടാണെങ്കിൽ നമ്മൾ എന്താണ്? നമുക്കൊരു ഗ്രേറ്റ് ഹാപ്പി ഡേ തന്നെയാണെന്ന് അല്ലെ. സോ എന്നിട്ടും എന്നിരുന്നാലും എന്നുള്ള കറക്റ്റ് ഒരു മീനിങ്ങിലാണ് എന്ത് യൂസ് ചെയ്യേണ്ടത് മക്കളെ? yet യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, then സോ മീൻസ് അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നൊരർത്ഥം അല്ലെ. സോ മീൻസ് എന്താണ്? സോ അല്ലെ, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സോ അങ്ങനെ നമ്മൾ പറയില്ലേ, അതിനാൽ എന്നൊരർത്ഥം അല്ലെ. സോ മീൻസ് അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നൊരു മീനിങ്. നോക്കാം നമുക്ക് ആ കറക്റ്റ് മലയാളം മീനിങ് ഇവിടെ സെന്റൻസിലോട്ട് വരുന്നുണ്ടോ നോക്കാം. She was thirsty. Okay, അവൾ എന്താണ്? She was thirsty. So she drank some water. അല്ലെ, അവള് thirsty ആയതുകൊണ്ട് എന്താണ്? So she drank some water. അല്ലെ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിൽ ഞാൻ പഠിപ്പിച്ചതിന് മുമ്പ് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വാക്ക് അവിടേക്ക് ചേർക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ടോ? ഞാൻ 4 പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു? 4 ഇവിടുത്തെ കൺജക്ഷനിലുള്ള 4 എന്തായിരുന്നു മക്കളെ? അവൾക്ക് ദാഹമായതിനാൽ അല്ലെങ്കിൽ അവൾക്ക് ദാഹിച്ചത് കൊണ്ട് അവൾ വെള്ളം കുടിച്ചു എന്ന് പറയാൻ നമ്മൾ 4 യൂസ് ചെയ്തല്ലോ. അതിനാൽ അതുകൊണ്ട് എന്ന് പറയാൻ നമ്മൾ 4 യൂസ് ചെയ്തു. ആ ഒരു സെയിം മീനിങ് തന്നെയാണ് ഇവിടെ സോയ്ക്കും വരുന്നത് അല്ലെ. നോക്കാം. ഷി വാസ് തേഴ്സ്ഡി. അവൾ എന്തായിരുന്നു? അവൾ നന്നായിട്ട് ദാഹിച്ചിട്ടുണ്ടായിരുന്നു. സോ ഷീ ഡ്രാങ്ക് സം വാട്ടർ. അവൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനാൽ മീൻസ് അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കുടിച്ചു. സോയാണെങ്കിലും 4 ആണെങ്കിലും അവിടെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, then it was cold outside. പുറത്ത് എന്താണ് മക്കളെ? നല്ല തണുപ്പാണ്. സോ she put on a സ്വെറ്റർ അല്ലെ. കറക്റ്റ് നിങ്ങൾ അവിടെ 4 ഒന്ന് യൂസ് ചെയ്ത് നോക്കി, കറക്റ്റ് ആയിരിക്കും അല്ലെ. ഇറ്റ് വാസ് എ കോൾഡ് ഔട്ട്സൈഡ് ഫോർ ഷീ പുട്ട് ഓൺ എ സ്വെറ്റർ. അതിനാൽ ആയതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വെറ്റർ ഇട്ടിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ആണ്. ഈ സോയുടെ സ്ഥാനത്ത് അതേപോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 4 യൂസ് ചെയ്യാം. നോക്കുന്ന അടുത്ത എക്സാമ്പിൾ നോക്കാം. He studied well. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സ്വാഭാവികമായിട്ടും so he passed the exam. നന്നായിട്ട് പഠിച്ചതിനാൽ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചത് കൊണ്ട് എന്തായി? ആ വ്യക്തി പാസ്സായി. ഓക്കെ, എക്സാം ആണെങ്കിലും എന്താണെങ്കിലും കറക്റ്റ് ഈ മലയാളം ഉണ്ടല്ലോ, കറക്റ്റ് ആ മലയാളം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇംഗ്ലീഷ് ഒന്നല്ലല്ലോ അല്ലെ, നമ്മുടെ സ്വന്തം ഭാഷയാണല്ലോ മലയാളം. അപ്പൊ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ആ മലയാളം അതിന്റെ കറക്റ്റ് മലയാളം ബൈ ഹാർട്ട് ചെയ്തിട്ട് എന്നിട്ടും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഈ സോയും ബട്ടും 4 ഒക്കെ അങ്ങ് യൂസ് ചെയ്യാം. അപ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടുക. അല്ലെ നമ്മുടെ ഈ എക്സാമ്പിളിൽ ഇത് യൂസ് ചെയ്ത് വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ മീനിങ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അതിന്റെ മീനിങ് നോക്കിയിട്ട് കുറച്ച് മലയാളം എക്സാമ്പിൾ പറഞ്ഞു നോക്കിയാലും മതി. അപ്പൊ ഒന്നും കൂടെയൊക്കെ എന്താവും? ഉഷാറായിട്ട് നമുക്ക് അതിന്റെ മീനിങ്ങിലോട്ട് ആയത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. നോക്കാം. Now I am busy. എന്താണ്? Now I am busy. ഞാൻ എന്താണ്? ബിസിയാണ്. So don't disturb. എന്താണ്? So don't disturb. Now I am busy. So don't disturb. അല്ലെ, ഞാൻ എന്താണ്? ബിസിയാണ്. അതുകൊണ്ട് എന്താണ്? ഡോണ്ട് ഡിസ്റ്റർബ്. അതുകൊണ്ട് എന്ത് ചെയ്ത്? എന്നെ ഡിസ്റ്റർബ് ചെയ്ത്. സോ എന്താണ് മക്കളെ? അതുകൊണ്ട്, അതിനാൽ. ഓക്കെ അല്ലേ? ദെൻ ഇത് സോയുടെ ഒരു യൂസ് ആണ് കേട്ടോ. ഇനി സോയ്ക്കൊരു മറ്റു യൂസ് ഉണ്ട്. നമുക്ക് നിങ്ങൾക്കോ എനിക്കൊക്കെ അറിയാവുന്ന ഒരു യൂസ് അല്ലേ? ഐ എം സോ ഹാപ്പി എന്നൊക്കെ പറയാറുള്ളത്. അതെന്താ? വെരി എക്സ്ട്രീംലി, വളരെ എന്നർത്ഥത്തിൽ. എന്താണ്? സോയ്ക്ക് നമ്മൾ മറ്റൊരു അർത്ഥമുണ്ട്. ഓക്കെ, എന്താണ്? വളരെ നമ്മൾ പൊതുവെ ആളുകളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ അർത്ഥത്തിലേ ഉള്ളൂ അല്ലെ. ഇവന് വല്ലാണ്ട് ഗ്രാമറോ ഇംഗ്ലീഷൊന്നും വല്ലാണ്ട് അറിയാത്തവരൊക്കെ ഏകദേശം ഈ ഒരു മീനിങ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലെ. ഈ മീനിങ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പൊടിക്ക് ഒന്നും കൂടെ അറിയണം അല്ലെ. ദെൻ
നമ്മൾ ഇവിടെ എന്താണ് ഐ എം സോ ഹാപ്പി എന്നൊക്കെ പറയല്ലേ, ഐ എം സോ ടയേർഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണത്? ഐ എം സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അല്ലേ. ഐ എം സോ ടയേർഡ്, ഞാൻ ഒരുപാട് ടയേർഡാണ് അല്ലേ. ഐ നോ സോ മെനി തിങ്സ്, എനിക്ക് ഒരുപാട് എന്താണ് കാര്യങ്ങൾ അറിയാം. ഇങ്ങനെയൊക്കെ ഒരുപാട് അല്ലെ, വെരി ആൻഡ് എക്സ്ട്രീംലി ലെവൽ എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സോ യൂസ് ചെയ്യുന്നത്. നോക്കാം, ദിസ് ഫ്ലവർ ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്താണ് ഈ ഫ്ലവർ? എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഡോണ്ട് ബി സോ സ്റ്റുപ്പിഡ്, നീ വളരെ അങ്ങേയറ്റം വിഡ്ഢിയാവരുത് എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഡോണ്ട് ബി സോ സ്റ്റുപ്പിഡ് അല്ലേ, അങ്ങേയറ്റം ഫുള്ളായിട്ട് പെരുമാറരുത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ദെൻ ഐ ഹാവ് സോ മെനി പ്ലാൻസ് അല്ലേ, ഒരുപാട് പ്ലാൻ ഉണ്ട്, ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട് അല്ലേ. ഐ ഹാവ് സോ മെനി ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറയാറില്ലേ. അത് വെരി എക്സ്ട്രീം എന്ന ലെവലിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ക്ലിയർ ആണല്ലോ മക്കളെ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഫാൻ ബോയ്സ്, മറക്കരുത്. ക്ലാസ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് കാണും. അടുത്ത നമ്മുടെ രണ്ടാമത്തെ കൺജങ്ഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.